ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാവർക്കും വിതരണം ചെയ്തു. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടി. ജീവിച്ചിരിക്കുന്നവരുടേത് കഴിഞ്ഞപ്പോ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ കൊടുത്തല്ലോ റബ്ബേ, ഇനി ആർക്കാണുള്ളതെന്ന് ചോദിച്ചു. മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ എല്ലാവർക്കും ജിബ്രീൽ അലൈഹിസ്സലാം വിതരണം ചെയ്യുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞല്ലോ റബ്ബേ, എന്നിട്ടും നിന്റെ വിശാലമായ റഹ്മത്ത് ബാക്കിയാണല്ലോ. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, അവിശ്വാസികളായ ആളുകൾക്ക് കൊടുത്തോളൂ. ആദ്യം പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും കൊടുക്കാനാണ്. പിന്നെ പറഞ്ഞത് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും കൊടുക്കാനാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ പ്രത്യേകമായി കൊണ്ടുവന്ന റഹ്മത്ത് അത് വിതരണം ചെയ്യാൻ ഇവിടെയുള്ള അവിശ്വാസികൾക്ക് കൂടി കൊടുക്കണേ ജിബ്രീൽ. ആ റഹ്മത്ത് കിട്ടിയ ആളുകളാണത്രേ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ലൈലത്തുൽ ഖദ്റില് അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വിതരണം ചെയ്ത് കിട്ടിയ ആ റഹ്മത്ത് ലഭിച്ച അവിശ്വാസികളാണ് പിന്നീട് ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ നിലക്ക് പോലും അനുഗ്രഹമുള്ള ഈ കാരുണ്യം നമ്മുടെ വീടുകളിൽ നിന്ന് ഇല്ലാതെയാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞത് മദ്യപാനിയുള്ള വീട്. രണ്ടാമത് കാരണം പറഞ്ഞത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന വീട്. മൂന്നാമത് കാരണം പറഞ്ഞത് കുടുംബ ബന്ധം മുറിക്കുന്ന വീട്. നാലാമത് കാരണം പറഞ്ഞത് പലിശക്കെടുത്ത് പലിശ തിന്നുന്ന വീട്. അഞ്ചാമത്തെ കാരണം പറഞ്ഞത് റസൂലുള്ളാഹി, വ്യഭിചാരം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വ്യഭിചാരത്തിലായി ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള വീട്ടില് അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാര് അവര് കടക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന നല്ല രാത്രിയിൽ നമ്മൾ ഇബാദത്ത് കൊണ്ട് മുഴുകണോ. അങ്ങനെ മാലാകമാര് മുഴുവനും അതാ നേരം വെളുക്കുന്ന സമയം പ്രഭാതമാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലുള്ള മുഴുവൻ മലക്കുകളെയും വിളിക്കുകയാണ്, നമുക്ക് പോവാൻ സമയമായി. കാരണം ഈ അനുഗ്രഹം ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് സമാധാനമാണ് എന്ന് പറഞ്ഞ ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മാലാകമാരെയും വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവരങ്ങ് ആകാശത്തേക്ക് കയറുമ്പോഴാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, ആ ലൈലത്തുൽ ഖദ്റിന്റെ പിറ്റേ ദിവസത്തെ പകലിന്റെ സൂര്യന് ചൂട് അനുഭവപ്പെടൂല. അതുപോലെ സൂര്യനൊരു മങ്ങലേൽക്കുകയാണ്. കാരണം എന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രണ്ട് ചിറക് അത് ആകാശഭൂമി വിശാലമായ രീതിയിൽ അങ്ങ് വിടർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ആ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് സൂര്യന് ചൂടേൽക്കില്ല, സൂര്യന് മങ്ങലേൽക്കുന്നു പകൽ വെളിച്ചത്തിൽ. ആ പകല് അന്ന് സൂര്യന് ചൂടുണ്ടാവില്ല, അന്ന് സൂര്യന് മങ്ങലേൽക്കുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ലൈലത്തുൽ ഖദ്റിന്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നൊരു അടയാളമാണ്, ഇന്ന് രാത്രിയാണ് ലൈലത്തുൽ ഖദ്റെങ്കിൽ നാളെ പകലിന് സൂര്യന് ചൂടുണ്ടാവില്ല. അതുപോലെ ഇന്ന് രാത്രിക്ക് പ്രത്യേകമായൊരു തണുപ്പ് അനുഭവപ്പെടുകയാണ്. പ്രത്യേകമായൊരു തണുപ്പ്, പ്രത്യേകമായൊരു സുഗന്ധം, നല്ല മന്ദമാരുതൻ അടിച്ചു വീശുന്ന പ്രതീതിയാണ് അന്നത്തെ രാത്രി. അത് അനുഭവിക്കാൻ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെ ലൈലത്തുൽ ഖദ്റിന്റെ വിഹിതത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.